ഇന്ന് ഞങ്ങൾ ഹെൻസു ബേബിയുടെ ഒരു ഹെയർ കട്ട് എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ മോളെയും കൊണ്ട് ഒരു സലൂണിൽ വന്ന് ഹെയർ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആൾ അതിന് സമ്മതിക്കുകയോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ് ഞാനും എൻ്റെ ബ്രദറും. എൻ്റെ ഉമ്മച്ചിയുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഒരു സലൂണുള്ളത്. ഈ സലൂണ് ഓപ്പണായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കിഡ്സിൻ്റെ സെക്ഷനൊക്കെ ഇവർ ടോയ്സ് കൊണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നേ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കരുതി മോൾ ഇതിലൊക്കെ ഇരുന്ന് കളിച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നേ. പക്ഷേ ഞങ്ങളെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ആൾ അതിലിരുന്നിട്ട് വയലൻ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ പാളിയതുകൊണ്ട് തന്നെ സെക്കൻഡ് നമ്മൾ അതിലിരുത്താതെ ആളെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഹെയർ കട്ട് ചെയ്യാൻ നോക്കിയേ. കുറച്ച് സമയം മോളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ പറ്റിയതുകൊണ്ട് മോളുടെ മുടി വെട്ടിയത് മോൾ തന്നെ അറിയുന്നേ ഇല്ലായിരുന്നേ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആളത് കണ്ടുപിടിച്ചിട്ട് വയലൻ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കുറച്ച് സമയം കൂടെ. ലാസ്റ്റ് റൗണ്ട് കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആളെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോയി ഒന്ന് നന്നായിട്ട് ഫീഡ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്. ഹെൻസു ബേബീനെ മാമച്ചി ടോയ്സൊക്കെ കാണിച്ചിട്ട് ശ്രദ്ധ മാറ്റാൻ നോക്കിയെങ്കിലും ഞങ്ങളുടെ ശ്രമം അങ്ങോട്ട് വിജയിച്ചില്ല. നമ്മൾ ടോയ്സ് കാണിച്ച് ആളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ നോക്കിയെങ്കിലും അടുത്തിരിക്കുന്ന പരിചയമില്ലാത്ത ആളുടെ മുഖം നോക്കി ഇടയ്ക്കിടയ്ക്ക് ആൾ പേടിച്ച് കരയുന്നുണ്ടായിരുന്നേ. ഹെയർ കട്ട് ചെയ്തപ്പോഴത്തേക്കും മോൾക്ക് വന്ന് ചെറിയൊരു ചേഞ്ചസ് മോളെ തന്നെ ഞങ്ങൾ മിററിൽ കാണിച്ചിട്ട് ആളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നേ. അവിടെ 2-3 വെറൈറ്റി കാറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മോൾക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സ്കൂട്ടി ആയിരുന്നേ. അതുകൊണ്ട് തന്നെ മോള് ആ ഒരു സ്കൂട്ടിയിൽ കുറച്ച് നേരം ഇരുന്ന് കളിച്ച് സെറ്റായതിന് ശേഷമാണ് നമ്മൾ ലാസ്റ്റ് അറ്റംപ്റ്റ് നോക്കിയത്. ലാസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ആൾ തീരെയും സഹകരിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു. ഞങ്ങളുടെ ഈ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.